ആൻലി അപ്പച്ചനോട് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. ബാലചന്ദ്രൻ മേനോൻ എന്നൊരാൾ പാലായിൽ നിന്നും തന്നെ കാണാൻ വന്നുവെന്നും അലീനയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും പറഞ്ഞു. 23 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു മകൾ ജനിച്ചിട്ടുണ്ട് എന്ന് അയാൾ പറഞ്ഞു. ഇത് കേട്ട് അപ്പച്ചൻ പൊട്ടിച്ചിരിക്കുകയാണ്. ഇതെന്തൊരു വലിയ തമാശയാണ് ഇപ്പോൾ കേൾക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റാൻലി എല്ലാം വിശദീകരിച്ച് പറഞ്ഞു. ഞാൻ പണ്ട് ആഗ്രയിലുണ്ടായിരുന്നപ്പോൾ വൈജയന്തി എന്നൊരു സ്ത്രീയുമായി പ്രണയത്തിലായിരുന്നു. അപ്പോൾ അപ്പച്ചന് അതൊക്കെ ഓർമ്മയുണ്ട്. അപ്പച്ചൻ പറഞ്ഞു, അത് അന്നൊക്കെ തന്നെ അവരുടെ ബന്ധുക്കൾ വന്ന് അവളെ ബലമായി പിടിച്ചുകൊണ്ട് പോയല്ലോ. അതൊക്കെ അന്ന് കഴിഞ്ഞ കാര്യമല്ലേ, നീ അതൊന്നും ഇനി ഓർമ്മിക്കണ്ട. ഇപ്പോൾ ആ പെൺകുട്ടി വളർന്ന് വലുതായി കല്യാണപ്രായമായ കുട്ടിയായി കാണും. ഇനി അതിനെയൊക്കെ ഏറ്റെടുക്കുന്നത് വലിയ ബാധ്യതയാണ്. നീ ഒന്നും അറിഞ്ഞിട്ടുമില്ല, ബാലചന്ദ്രൻ മേനോൻ എന്നൊരാൾ ഇവിടെ വന്നിട്ടുമില്ല എന്ന് കണക്കാക്കിയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞു, ബാലചന്ദ്രനെ ഒന്നും കൂടി വിളിച്ചിട്ട് കാര്യങ്ങൾ ഒന്നുകൂടി അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ സ്റ്റാൻലി ബാലചന്ദ്രൻ മേനോനെ വിളിക്കുകയാണ്. സ്റ്റാൻലി ചോദിച്ചു, നിങ്ങൾ പെട്ടെന്നൊരു ദിവസം വന്ന് അലീന എന്നൊരു പെൺകുട്ടി എൻ്റെ മകളാണെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കും? നിങ്ങളുടെ കയ്യിൽ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ബാലചന്ദ്രന് ദേഷ്യം വന്നു. എൻ്റെ കയ്യിൽ ഒരു തെളിവുമില്ല. തെളിവ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് എൻ്റെ ബാധ്യതയല്ല, നിങ്ങളുടെ ജോലിയാണ്. ഞാൻ തന്നെ അലീന നിങ്ങളുടെ മകളാണെന്ന് അറിഞ്ഞിട്ട് 3 മാസമാകുന്നതേ ഉള്ളൂ. വൈജയന്തിക്ക് അറിയില്ല അലീന അവളുടെ മകളാണെന്ന്. അലീനയ്ക്ക് അറിയില്ല നിങ്ങൾ അവളുടെ അച്ഛനാണെന്ന്. പിന്നെ ഞാൻ എവിടെ നിന്ന് തെളിവ് കൊണ്ടുതരാനാണ്? ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സ്റ്റാൻലി ചോദിക്കുകയാണ്, എന്താ ബാലചന്ദ്ര ഇവർ ശത്രുവിനോടൊന്നുപോലെ പെരുമാറുന്നത്? പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് വിവാഹത്തിന് മുമ്പ് ഒരു കുട്ടിയെ സമ്മാനിച്ച് നിങ്ങളോട് ഇതിൽ കൂടുതൽ മാന്യതയിൽ സംസാരിക്കുകയാണെന്ന് എനിക്ക് സാധിക്കില്ല. ഇത്രയ്ക്കുള്ള മഹാമനസ്കതയൊന്നും എനിക്കില്ല മിസ്റ്റർ സ്റ്റാൻലി ജോസഫ് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ DNA ടെസ്റ്റ് നടത്തി നോക്കണം. അല്ലാതെ എനിക്കത് തെളിയിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് അവളെ മകളായി സ്വീകരിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. ഫോൺ വെച്ചതിന് ശേഷം അപ്പച്ചൻ പറയുകയാണ്, അയാളോട് പോയി പണി നോക്കാൻ പറ. അയാൾ പറയുന്നതൊക്കെ എങ്ങനെ വിശ്വസിക്കാനെന്ന്, നീ അതൊന്നും ചെയ്യാൻ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ സ്റ്റാൻലി ചോദിക്കുകയാണ്, എന്നെയും വൈജയന്തിയും തമ്മിൽ വേർപെടുത്തിയതിന് പിന്നിൽ അപ്പച്ചനും പാലാക്കാരും തമ്മിലുള്ള ഗൂഢാലോചന ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അപ്പച്ചൻ ഞെട്ടുകയാണ്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അന്ന് അമ്മച്ചിക്ക് സുഖമില്ലാതെ ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ വൈജയന്തി അവിടെ ഒറ്റയ്ക്കാണെന്ന് കൃത്യമായിട്ട് എങ്ങനെയാണ് അവരറിഞ്ഞത്? അത് അപ്പച്ചനല്ലേ അവരോട് വിളിച്ച് പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഇല്ല, എന്നോട് അവർ ഫോൺ വിളിച്ച് സ്റ്റാൻലി എവിടെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്ന് തിരിച്ചു പോകുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവൻ്റെ അമ്മച്ചിക്ക് സുഖമില്ല, 2 ആഴ്ച കഴിഞ്ഞിട്ടേ തിരിച്ചു പോവുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇത്രയും ഞാൻ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ആക്സിഡൻറ്റ് പറ്റി. അതിനുശേഷം 3 മാസത്തോളം ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ആ ആക്സിഡൻറ്റ് പോലും വൈജയന്തിയുടെ വീട്ടുകാർ പ്ലാൻ ചെയ്തതായിരുന്നുവെന്ന് എനിക്ക് സംശയമുണ്ട്. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്ത് മരണപ്പെട്ടു. ഞാൻ കോമ സ്റ്റേജിലായി. പക്ഷേ ആ കേസ് എങ്ങനെയാണ് തേഞ്ഞു മാഞ്ഞു പോയത്? അപ്പച്ചൻ അതിന് വേണ്ട താല്പര്യം കാണിക്കാത്തത് കൊണ്ടല്ലേ? അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, നീ ഇത്രയും മരണാസന്നനായി കിടക്കുകയാണ്. നിന്നെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കുക മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് കേസിൻ്റെ പുറകെയൊന്നും വെറുതെ പോകാതിരുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ടെന്ന് സ്റ്റാൻലി പറയുകയാണ്. അന്ന് ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. എൻ്റെ വീട്ടുകാരും വൈജയന്തിയുടെ വീട്ടുകാരും ചേർന്ന് ഗൂഢാലോചന നടത്തിയാണ് ഞങ്ങൾ തമ്മിൽ അകറ്റിയത്. എനിക്ക് എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞേ പറ്റുകയുള്ളൂ എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അലീന ബാലചന്ദ്രനുള്ള ചായയുമായിട്ട് വന്നു. എന്നിട്ട് അലീന ചോദിക്കുകയാണ്, അച്ഛാ, പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾ പിന്നെ വിളിച്ചില്ലല്ലോ. ഇനി അതിനെക്കുറിച്ച് അന്വേഷിക്കണോ അച്ഛാ? കഴക്കൂട്ടത്തെ കോൺവെൻറ്റിലേക്ക് പോകട്ടെ, അവിടെ ഒരു ആയയുടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ബാലചന്ദ്രന് ദേഷ്യം വന്നു. നിനക്കിപ്പോൾ എന്താണ് ഇത്ര അത്യാവശ്യം ഇവിടെ നിന്ന് പോകാനായിട്ട്? നീ പോയിട്ട് ഇവിടെ ആരെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കുകയാണോ? ഇവിടെ എന്താണ് ഇത്ര അത്യാവശ്യം? അത് ഞാൻ പോയാലേ മാഡത്തിന് തിരിച്ചു വരാൻ പറ്റൂ. ഓ, ഒരു മാഡം വന്നിട്ട് ഇവിടെ എന്ത് മലമറിക്കും എന്നാണ്? മാഡം ഇവിടെ വന്ന് ഇട്ട വരയ്ക്കാനാണ് ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അലീനയോട് വളരെ ദേഷ്യപ്പെടുന്നു. അലീന വിഷമത്തോടു കൂടി തിരിച്ചുപോയി. സ്റ്റാൻലി ജോസഫ് എവിടെയോ യാത്ര പോകാനായി ഒരുങ്ങി വരികയാണ്. വണ്ടിയുടെ കീ വാങ്ങിച്ചുകൊണ്ട് അയാൾ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ട്. അയാൾ ബാലചന്ദ്രൻ മേനോനെ ഫോൺ വിളിച്ചിട്ട് പറയുകയാണ്, മിസ്റ്റർ ബാലചന്ദ്രൻ മേനോൻ, നിങ്ങളിപ്പോൾ എവിടെയുണ്ട്? അത് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. എന്താണ്? നമുക്ക് തമ്മിൽ ഒന്ന് മീറ്റ് ചെയ്യണം. ഞാൻ പാലായിലേക്ക് വരികയാണ്. ഞാൻ ഒരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി ഫോൺ വെച്ചു. ബാലചന്ദ്രൻ മേനോൻ അലീനയോട് യാത്ര പറഞ്ഞിട്ട് സ്റ്റാൻലിയെ കാണാനായി പുറപ്പെടുകയാണ്. ബാലചന്ദ്രൻ മേനോൻ്റെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അലീന ശരണ്യയെ വിളിക്കുകയാണ്. അലീനയുടെ കോൾ കണ്ടതും ശരണ്യയ്ക്ക് വലിയ സന്തോഷമായി. എന്നിട്ട് ഇത്രയും നാൾ എന്താ വിളിക്കാത്തത്? എത്ര ദിവസമായി എന്നെ വിളിച്ചിട്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. അതിന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയത് ഞങ്ങളൊരു യാത്ര
പോവുകയാണ്, 2-3 ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ച് വരികയുള്ളൂ, അതിനുശേഷം വിളിക്കാമെന്ന് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത് എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്ക് പരീക്ഷയായോ? നാളെ മുതൽ പരീക്ഷ തുടങ്ങുകയാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ ഇപ്പോൾ സന്തോഷത്തിലാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ് അലീന ചേച്ചി. ചേച്ചി ഇനി എന്നാണ് എന്നെ കാണാൻ വരുന്നത്? ഞാൻ അടുത്ത ആഴ്ച വരാമെന്ന് അലീന പറഞ്ഞു. എന്നിട്ട് ശരണ്യയുടെ അമ്മയോട് പറയുകയാണ്, ശരണ്യ നന്നായിട്ട് നോക്കിക്കൊള്ളണം, അവളുടെ കൂടെ നിൽക്കണം, അവൾക്കൊരു വിഷമം വരാതെ നോക്കിക്കൊള്ളണം എന്ന് പറയുന്നു.